അമ്പലപ്പുഴയിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാൻ ഇറങ്ങിയ 20കാരൻ ക്ഷേത്രക്കുളത്തിൽ മുങ്ങി മരിച്ചു. അമ്പലപ്പുഴ സ്വദേശി സൽമാനാണ് മരിച്ചത്. ചൊവ്വാഴ്ച വണ്ടാനം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപത്തെ കുളത്തിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കണ്ണൂർ കൂത്തുപറമ്പിൽ കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 6 വയസ്സുകാരി മരിച്ചു. ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിയോടെയായിരുന്നു അപകടം. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ കാഞ്ഞാണി സംസ്ഥാന പാതയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ജലം പാഴാവുന്നു. നാട്ടുകാർ അറിയിച്ചെങ്കിലും ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് ആക്ഷേപം. അരിമ്പൂർ പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ ജലം പാഴാകുന്നത് സ്ഥിരം കാഴ്ചയാണെന്നും നാട്ടുകാർ ആരോപിച്ചു. ആലപ്പുഴ ഹരിപ്പാടിൽ സ്കൂട്ടറിൽ സഞ്ചരിച്ച പെൺകുട്ടിയെ ഇടിച്ചു വീഴ്ത്തി ആഭരണങ്ങൾ കവർന്ന ദമ്പതികൾ പിടിയിൽ. കരുവാറ്റ കൊച്ചുകടത്തശ്ശേരിൽ പ്രജിത്ത്, ഭാര്യ രാജി എന്നിവരാണ് പിടിയിലായത്. ജോലി കഴിഞ്ഞ് സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന പെൺകുട്ടിയുടെ ആഭരണങ്ങളാണ് കവർന്നത്. ലോക പരിസ്ഥിതി ദിനത്തിൽ ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ നട്ടു. തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ നീന്തിവാ മക്കളെ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറും 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ റന ഫാത്തിമ തൈ നട്ടു ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ബഹ്റിൻ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ ക്യാബിൻ ക്രൂവിനോട് അപമര്യാദയായി പെരുമാറിയ മലയാളിയെ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് അബ്ദുൾ മുസാവിൻ നെടുക്കണ്ടി. കോഴിക്കോട് നിന്ന് പുറപ്പെട്ട ഉടൻ ഇയാൾ ക്യാബിൻ ക്രൂവിനെ കയ്യേറ്റം ചെയ്തതെന്നാണ് പരാതി. വിമാനം അടിയന്തരമായി മുംബൈയിലിറക്കിയാണ് അബ്ദുൾ മുസാവിനെ പോലീസിന് കൈമാറിയത്. ഗാസ ബുറൈജി ക്യാമ്പിൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ. വ്യോമാക്രമണത്തിലും ഷെല്ലാക്രമണത്തിലും 15 പേർ കൊല്ലപ്പെട്ടു. മധ്യതെക്കൻ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടുന്നു. ആക്രമണത്തിൽ നിരവധി സാധാരണക്കാർക്ക് പരിക്കേറ്റു.